മക്കളെ, ഇന്ന് നമുക്ക് ബോൺസായി എന്ന കവിത നോക്കാം. സുധാ ഉപാധ്യായാണ് ബോൺസായി എന്ന കവിത എഴുതിയിരിക്കുന്നത്. അതിൽ കവയിത്രി പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കുക കൂടി കവയിത്രി കവിതയിലൂടെ ചെയ്യുന്നു. അടിമത്തം അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരാമർശിക്കുകയാണ് കവയിത്രി ഈ കവിതയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കവിത നോക്കാം. तुमने आंगन से गोद कर मुझे लगा दिया सुंदर गमले में. तुमने നീ ആംഗൺ സേ മുറ്റത്ത് നിന്ന് ഗോദ്കർ കുഴിച്ചെടുത്ത് മുജേ ലഗാദിയ എന്നെ നട്ടു, എന്നെ മുറ്റത്തുനിന്നും പിഴുത് പറിച്ചെടുത്തിട്ട് എന്നെ നട്ടു. സുന്ദർ ഗമലേമേ സുന്ദരമായ ഒരു ചെടിച്ചട്ടിയിൽ. നീ എന്നെ മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്ത് മനോഹരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചു. അതാണ് ഈ രണ്ട് വരിയുടെ അർത്ഥം വരുന്നത്. നീ എന്നെ സുന്ദരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചു. തുമ്നെ ആംഗൺ സേ നീ മുറ്റത്ത് നിന്ന് ഗോതുക്കർ കുഴിച്ചെടുത്തിട്ട് മുജെ എന്നെ ലഗാദിയ നട്ടുപിടിപ്പിച്ചു സുന്ദർ ഗമലേമേ സുന്ദരമായ ചെടിച്ചട്ടിയിൽ. ഗമല ചെടിച്ചട്ടി. ഒന്നുകൂടെ നോക്കാം. നീ എന്നെ മുറ്റത്തു നിന്ന് കുഴിച്ചെടുത്ത് മനോഹരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചു. ബോൺസായി പറയുകയാണ് കേട്ടോ. ഒരു യജമാനൻ ചെയ്ത കാര്യമാണ്. ആ യജമാനൻ എന്ത് ചെയ്തു? ആ ചെടിയെ പറിച്ചെടുത്തിട്ട് സുന്ദരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിക്കുകയാണ്, മുറ്റത്തുണ്ടായിരുന്ന ചെടിയെ. ഫിർ സജാ ലിയാ ഘർ കെ ഡ്രോയിങ് റൂമേ. എന്നിട്ട് സജാലിയ അലങ്കരിച്ചു. സജാന പറഞ്ഞ അലങ്കരിക്കുക. എന്നിട്ട് അലങ്കരിച്ചു. എവിടെയാണ് അലങ്കരിച്ചത്? ഗർക്കെ ഡ്രോയിങ് റൂമേ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ. അപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ചെടി പറിച്ചെടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ട് അതാ ചെയ്തത്, അതിനെ ഡ്രോയിങ് റൂമിൽ കൊണ്ടുചെന്ന് വച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ ഡ്രോയിങ് റൂം ഈ ചെടിയാൽ അലങ്കരിച്ചു. ആ ചെടിച്ചട്ടി അവിടെ കൊണ്ടുചെന്ന് വെച്ച് ഡ്രോയിങ് റൂം അലങ്കരിച്ചു. ഹർ ആനെ ജാനേ വാല. ഹർ പറഞ്ഞ ഓരോ, ആനെ ജാനേവാല അതിഥികളും, ഓരോ സന്ദർശകനും. ആനെ ജാനവാല വരുന്നവരും പോകുന്നവരും, അതായത് സന്ദർശകർ, അതിഥികൾ, ഓരോ അതിഥികളും. ബഡി ഹസറത്ത് സേ വളരെ അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ, ആഗ്രഹത്തോടെ എന്നൊക്കെ പറയാം. വളരെയധികം ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹത്തോടെ ദേഖ്താഹേ നോക്കുന്നു. അപ്പം ഈ ബോൺസായി ചെടിയെ അവിടെ വരുന്ന അതിഥികളെല്ലാം വളരെയധികം ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. और धीरे धीरे मैं बोनसाई में तब्दील हो गई. ക്രമേണ ഞാൻ ഒരു ബോൺസായി ആയി രൂപാന്തരപ്പെട്ടു. അവർ ധീരെ ധീരെ പറഞ്ഞ ക്രമേണ, പതുക്കെ. അവർ ധീരെ പതുക്കെ അതായത് സമയം എടുത്തുകൊണ്ട് ക്രമേണ എന്തായി മാറി? ഞാൻ ഒരു ബോൺസായി ആയി. ബോൺസായിമേ തബ്ദീൽ ഹോ ഗയി രൂപമാറ്റം സംഭവിച്ചു. ഈ ചെടിക്ക് ഒരു ബോൺസായി ആയിട്ടുള്ള രൂപമാറ്റം സംഭവിച്ചു. വളരെയധികം വലിയ ഒരു മരമായിട്ട് വളരേണ്ട ചെടിയാണ്, മുറ്റത്തുണ്ടായിരുന്ന ചെടിയാണ്. അത് വലിയ മരമായിട്ട് വളരേണ്ടതാണ്. അതിനെ പറിച്ച് ചെടിച്ചട്ടിയിൽ വെച്ചു. ചെടിച്ചട്ടിയിൽ അത് ഒരു ബോൺസായി പോലെ വളർന്നു, ഡ്രോയിങ് റൂമിനെ മനോഹരമാക്കി എന്നാണ് പറഞ്ഞത്. മൗസം നെ ഫിർ കർവട്ടിലി. മൗസം പറഞ്ഞ കാലാവസ്ഥ. ഫിർ കർവട്ട് പറഞ്ഞ മാറുക. വീണ്ടും മാറി. കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പം എന്താണ്? വീണ്ടും കാലാവസ്ഥ മാറി. മുജ്മേ ലഗേ ഫൽ ഫൂൽ നെ തുമേ ഫിർ ധരായ.
തുമേം ഫിർ ഡരായ, നിങ്ങൾ വീണ്ടും ഭയന്നു. തുമേം നിങ്ങൾ, ഫിർ ഡരായ വീണ്ടും ഭയന്നു. എന്താണ്? നിങ്ങൾ പരിഭ്രമിച്ചു, പരിഭ്രാന്തരായി. എന്താണ് പരിഭ്രാന്തരാവാനുള്ള കാരണം? മുജ്മേ ലഗേ ഫൂൽ ഫൽ, ഫൽ ഫൂൽ. മുജ്മേം എന്നിൽ, എന്നിൽ, എന്നിൽ എന്തുണ്ടാവാൻ തുടങ്ങി? പഴങ്ങളും പൂക്കളും. ഫൽ ഫൂൽ ലഗേ, എന്നിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാവാൻ തുടങ്ങി. അത് നിന്നെ ഭയപ്പെടുത്തി. കാലാവസ്ഥ മാറിയപ്പോൾ എന്നിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയത് ആ യജമാനനെ ഭയപ്പെടുത്തി, പരിഭ്രാന്തനാക്കി. എന്താണ് പരിഭ്രാന്തനാക്കാനുള്ള കാരണം? അബ്കി തുമ്നെ മുജെ ഉഗാഡ് ഫേങ്ക ഗൂരേപ്പർ. എന്താണ്? അതിൽ പഴങ്ങളും പൂക്കളും ഉണ്ടായാൽ അത് ബോൺസായി ആയിരിക്കില്ല അല്ലേ? അപ്പം അത് ആ റൂമിനെ, ഡ്രോയിങ് റൂമിനെ അലങ്കരിക്കുകയല്ല ചെയ്യുക, ഡ്രോയിങ് റൂമിനെ നാശമാക്കുകയാണ് ചെയ്യുക അല്ലേ? പൂക്കളും പഴങ്ങളൊക്കെ കൊഴിഞ്ഞിട്ട് പഴങ്ങളൊക്കെ വലുതാവും, മരം വലുതാവും, അങ്ങനെ അത് അതിൻ്റെ ഭംഗി നശിപ്പിക്കും. ആ ബോൺസായുടെ ഭംഗി അതിനില്ലാതെയാവും. അതുകൊണ്ട് തന്നെ യജമാനൻ പരിഭ്രാന്തനായി. അബ് കി തുമേ മുജെ ഉഗാഡ് ഫേങ്ക ഗൂരേ പർ. അബ് കി ഇത്തവണ, അബ് കി ഇത്തവണ, തുമ്നെ നിങ്ങൾ, മുജെ എന്നെ, ഉഗാഡ് ഫേങ്ക എന്നെ വേരോടെ പിഴുത് എറിഞ്ഞു. ഉഗാഡ് ഫേങ്ക എന്നെ വേരോടെ പിഴുതെറിഞ്ഞു. ഗൂരേപ്പർ എങ്ങോട്ടാണ് പിഴുതെറിഞ്ഞത്? ഗൂരേപ്പർ ചപ്പ് ചവറിലേക്ക്. ഇത്തവണ നിങ്ങൾ, മുജെ എന്നെ, ഉഗാഡ് ഫേങ്ക വേരോടെ പിഴുതെറിഞ്ഞു. ഗൂരേപ്പർ ചപ്പു ചവറിലേക്ക്. ആദ്യം ചപ്പ് ചവറിൽ മുറ്റത്ത് വളർന്നു വന്നിരുന്ന ചെടിയാണ്. അതിനെ പറിച്ചെടുത്ത് മനോഹരമായ ചെടിച്ചട്ടിയിൽ വെച്ച് ബോൺസായി ആക്കി വളർത്തിയില്ലേ? പിന്നീട് അതിന് കായ്കളും പൂക്കളും ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അതിനെ വീണ്ടും വേരോടെ പിഴുത് എറിഞ്ഞു. എങ്ങോട്ടാണ് എറിഞ്ഞത്? ഗൂരേപ്പർ ചപ്പ് ചവറിലേക്ക് എന്നെ പിഴുത് എറിഞ്ഞു. ആവോ ദേഖ് കർ ജാവോ, വന്ന് നോക്കൂ. ആവോ ദേഖ് കർ ജാവോ, അതായത് വന്ന് നോക്കിയിട്ട് നിങ്ങൾ വന്നൊന്ന് നോക്കി പോകൂ. എന്താണ്? യഹാ മേരി ജഡേം, ഇവിടെ എൻ്റെ വേരുകൾ, ആർ ഫൈൽ ഗയി ഹേ, ഇവിടെ എൻ്റെ വേരുകൾ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ പിഴുതെറിഞ്ഞു, പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ വേരുകൾ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അതായത് ആ മരത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം അതിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരുകൾ കൂടുതൽ വ്യാപിച്ചു. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും വായുവും ഒക്കെ ലഭിച്ചത് കൊണ്ട് തന്നെ ആ മരത്തിന് വളരാനുള്ള സാഹചര്യം കൂടെ ലഭിച്ചു. അപ്പം എന്താ പറയുന്നത്? യഹാ മേരി ജഡേം ഓർ ഫൈൽ ഗയി ഹേ, ഇവിടെ എൻ്റെ വേരുകൾ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ പറിച്ചെറിഞ്ഞു, പക്ഷേ എന്താണ് സംഭവിച്ചത്? എനിക്ക് വളരാനുള്ള സാഹചര്യം ലഭിച്ചത് കൊണ്ട് എൻ്റെ വേരുകൾ വ്യാപിച്ചു, എനിക്ക് വളരാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരിക്കുന്നു എന്ന് ബോൺസായി പറയുകയാണ്. അതായത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതിനെയാണ് ഇവിടെ അവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുക. മുറ്റത്ത് നന്നായിട്ട് വളരേണ്ട ചെടിയാണ്, അതിനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബോൺസായി ആയിട്ട് വളർത്തിയില്ലേ? പിന്നെ അതുപോലെ തന്നെ ആ ബോൺസായി ആയി വളരുന്ന ആ ചെടിയുടെ അവസ്ഥ എന്താണ്? അത് അടിമത്വം അനുഭവിക്കുകയാണ് ചെയ്യണത് അല്ലേ? ആ ചെടി ഒരു അടിമയായി, അതിന് സ്വാതന്ത്ര്യത്തോടെ വളരാൻ കഴിയുന്നില്ല. അപ്പോൾ അത് അടിമത്വം അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടാണ് ഈ ബോൺസായി എന്ന മരം. ആ ബോൺസായി എന്ന മരം അടിമത്വം അനുഭവിക്കുന്ന ആളുകൾ, അതായത് അടിമത്വം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം എപ്രകാരമാണോ അപ്രകാരമാണ് ഇവിടെ ബോൺസായി എന്ന മരമാക്കി മാറ്റിയതിന് ശേഷം ആ മരം അനുഭവിച്ചത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ സുധാ ഉപാധ്യായ എഴുതിയിട്ടുള്ള ബോൺസായി എന്ന കവിതയുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.